ആ ഗ്രാമം അന്ന് രണ്ട് നിശ്ചയങ്ങളുടെ തിരക്കിലാണ്. എന്നാൽ വിശ്വനാഥന്റെ വീടിനു മുന്നിലെ പന്തലിൽ ആകാംക്ഷയുടെ ആഡംബരത്തിന്റെ പുതിയൊരു അന്തരീക്ഷം പുകഞ്ഞു തുടങ്ങി. നാട്ടുകാരുടെ കണ്ണുകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് കറുത്ത ആഡംബര കാറുകൾ ഒന്നായി മുറ്റത്തേക്ക് ഇരച്ചുകയറി. ചരൽക്കല്ലുകൾ തെറിച്ചു വന്നു നിന്ന ആ വണ്ടികളിൽ നിന്നും പുറപ്പെട്ട ഗാംഭീര്യം അവിടെ നിന്നുണ്ടായിരുന്നവരെ സംസാരങ്ങളെ നിശബ്ദരാക്കി. വിശ്വനാഥൻ ഓടിച്ചെന്ന് കാറിനരികിലേക്കെത്തി. മുഖത്ത് വിരിഞ്ഞ കൃത്രിമമായ വിനയത്തോടെയും അമിതമായ സന്തോഷത്തോടെയും അദ്ദേഹം അവരെ സ്വീകരിച്ചു. "വരൂ, അകത്തേക്ക് എഴുന്നള്ളിയാലും." വിശ്വനാഥന്റെ വാക്കുകളിൽ ഒരു വലിയ സാമ്രാജ്യം കീഴടക്കിയവന്റെ അഹങ്കാരമുണ്ടായിരുന്നു. ആദ്യത്തെ വണ്ടിയിൽ നിന്നും സിദ്ധാർത്ഥും രുദ്രനും പുറത്തേക്കിറങ്ങി. ക്രീം നിറത്തിലുള്ള റോ സിൽക്ക് ഇൻഡോ വെസ്റ്റേൺ വേഷത്തിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം എല്ലാവരും നോക്കി നിന്നുപോയി. അവന്റെ ഓരോ ചുവടുവെപ്പിലും ആത്മവിശ്വാസം തുളച്ചു നിന്നിരുന്നു. സിദ്ധാർത്ഥിന് കൂട്ടായി പീച്ച് നിറത്തിൽ വേഷത്തിൽ രുദ്രനും കൂടെയുണ്ട്. പിന്നാലെ വന്ന കാറിൽ നിന്നും പർപ്പിൾ നിറത്തിലുള്ള പട്ടുസാരി തിളങ്ങുന്ന മാഷിന്റെ ഭാര്യയും അതേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടും ധരിച്ച മാഷും ഇറങ്ങി. മണ്ഡപത്തിൽ അലങ്കാരങ്ങൾക്കിടയിൽ ഇരിക്കുകയായിരുന്ന ശ്വേതയുടെ കണ്ണുകൾ സിദ്ധാർത്ഥിനെ തറഞ്ഞു നിന്നു. അവനെ കണ്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. നെഞ്ചിടിപ്പിന്റെ താളം തെറ്റുന്നത് അവൾ അറിഞ്ഞു. ഒരു തരം ശ്വാസമുട്ടൽ അവളെ വരിഞ്ഞു മുറുക്കി. ഭയം കൊണ്ട് വിറയ്ക്കുന്ന കൈകൾ അവൾ തന്റെ പർപ്പിൾ ലഹങ്കയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ടും അവളിലെ ഉള്ളിലെ ആദി പുറത്തു കാണിക്കാതെ കഷ്ടപ്പെട്ട് ഒരു പുഞ്ചിരി അവൾ തന്റെ ചുണ്ടുകളിൽ വരുത്തി തീർത്തു. പക്ഷെ ആ പുഞ്ചിരി സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചില്ല. അവൻ അവളെ നോക്കി നിഗൂഢമായൊന്ന് ചിരിച്ചു. ആ ചിരിക്കു പിന്നിൽ വലിയൊരു ചതിയുടെയോ പ്രതികാരത്തിന്റെയോ കനലുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. "ചിരിച്ചോ ശ്വേതാന്നി, ഈ ഒരു നിമിഷം കൂടി നിനക്ക് ഈ പുഞ്ചിരി സ്വന്തമാക്കാം. പക്ഷെ നിന്റെ അച്ഛൻ വിശ്വനാഥൻ അണിഞ്ഞിരിക്കുന്ന ഈ മാന്യതയുടെ മുഖംമൂടി ഇന്ന് ഞാൻ ഇവിടെയിട്ട് വലിച്ചു കീറും. നിന്റെ അച്ഛന്റെ യഥാർത്ഥ സ്വരൂപം നാട്ടുകാർ തിരിച്ചറിയുന്നതോടെ തീരും ഈ ആഡംബരവും നിന്റെ പുഞ്ചിരിയും." ആ മണ്ഡപത്തിലെ പൂക്കളുടെ ഗന്ധത്തേക്കാൾ സിദ്ധാർത്ഥിനെ ലഹരി നൽകിയത് തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പോകുന്നതിന്റെ വന്യമായ ആവേശമായിരുന്നു. കൊടുങ്കാറ്റിന് തൊട്ടുമുൻപുള്ള ആ ശാന്തത സിദ്ധാർത്ഥ് തന്റെ അടുത്ത നീക്കത്തിനായി മനസ്സിനെ പാകപ്പെടുത്തി. ആ നിമിഷം മുറ്റത്തെ ആഡംബര പന്തൽ ഒരു ശ്മശാന മൂകതയിലേക്ക് വഴിമാറി. നിശ്ചയത്തിന്റെ മംഗളകർമ്മങ്ങൾ തുടങ്ങുന്ന നിമിഷം ബാക്കി നിൽക്കെ ദൂരെ നിന്ന് കേട്ട പോലീസ് ജീപ്പിന്റെ സൈറൺ മുഴക്കം എല്ലാവരിലും പരിഭ്രാന്തി പടർത്തി. മുറ്റത്തെ ആഡംബര കാറുകൾക്ക് നടുവിലേക്ക് ആ പോലീസ് ജീപ്പ് വന്നു നിന്നു. ജനക്കൂട്ടം വകഞ്ഞുമാറി ഉന്നതനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നു. വിശ്വനാഥന്റെയും ശ്വേതയുടെയും മുഖത്തെ ചോരയൊലിപ്പിച്ചു കളയാൻ ആ ഒരൊറ്റ വരവ് മതി. "ഇവിടെ ആരാണ് വിശ്വനാഥൻ? പിന്നെ ശ്വേത ആരാണ്?" പോലീസുകാരന്റെ ഗാംഭീര്യമുള്ള ശബ്ദം പന്തലിൽ മുഴങ്ങി. വിശ്വനാഥൻ ഒന്ന് തപ്പിത്തടഞ്ഞു. ചുറ്റും കൂടി നിൽക്കുന്ന ബന്ധുക്കളെയും നാട്ടുകാരെയും മുന്നിൽ വച്ച് പോലീസുകാർ പേര് ചോദിച്ചത് അയാൾക്ക് ഉൾക്കൊള്ളാനായില്ല. എങ്കിലും ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിച്ച് അയാൾ മുന്നോട്ടേക്ക് വന്നു. "ഞാനാണ് വിശ്വനാഥൻ. ഇത് എൻ്റെ മകൾ ശ്വേത." "എന്താ സാർ, എന്തു പറ്റി?" "ഇന്ന് എൻ്റെ മകളുടെ നിശ്ചയവുമാണ്," വിശ്വനാഥൻ വിറയലോടെ പറഞ്ഞു. അപ്പോഴാണ് അപ്രതീക്ഷിതമായ ദൃശ്യം അവിടെയുള്ളവർ കണ്ടത്. കൂടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അവിടെ നിന്നിരുന്ന രുദ്രന് നേരെ തിരിഞ്ഞ് കൃത്യമായൊരു സല്യൂട്ട് അടിച്ചു. വിശ്വനാഥൻ നടുങ്ങിപ്പോയി. തന്റെ കൂടെ ആഡംബര വേഷത്തിൽ വന്ന രുദ്രൻ വെറുമൊരു വരവിനല്ല അവൻ വന്നത്. അയാൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞതും. "മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങളുടെയും നിങ്ങളുടെ മകളെയും അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ഞങ്ങളുടെ കൈവശമുണ്ട്." രുദ്രന്റെ ശബ്ദത്തിൽ ഇപ്പോൾ സൗഹൃദമില്ല, പകരം നിയമത്തിന് കർക്കശമാണ്. "അറസ്റ്റോ? എന്തിന് സാർ?" വിശ്വനാഥൻ വിക്കിക്കൊണ്ട് ചോദിച്ചു. രുദ്രൻ സിദ്ധാർത്ഥിനെ നോക്കി ഒന്ന് തലയാട്ടി. സിദ്ധാർത്ഥ് തന്റെ ചുണ്ടിലുണ്ടായിരുന്ന അഗൂഢമായ ചിരി മായ്ച്ച് കഠിനമായ ഭാവത്തോടെ വിശ്വനാഥന് നേരെ നടന്നു വന്നു. "പറഞ്ഞു തരാം വിശ്വനാഥ നിനക്ക്. എൻ്റെ അച്ഛൻ ശങ്കരൻ മാഷിനെ ചതിച്ച് വ്യാജരേഖകളുണ്ടായി നിങ്ങൾ അനധികൃതമായി കൈക്കലാക്കിയ ആ 50 ഏക്കർ ഭൂമിയില്ലേ?" അപ്പോഴാണ് രുദ്രന്റെ നിർദ്ദേശപ്രകാരം പോലീസ് വണ്ടിയിൽ നിന്നും വിശ്വനാഥന്റെ ഏറ്റവും വിശ്വസ്തനായ പണിക്കരെ പുറത്തേക്കിറക്കിയത്. പണിക്കരെ കണ്ടതും വിശ്വനാഥന്റെ ഉള്ളിൽ ആദി പടർന്നു. തന്റെ സകല രഹസ്യങ്ങളും അറിയാവുന്ന ഒരേയൊരു മനുഷ്യൻ. വിശ്വനാഥൻ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. "ഇതൊക്കെ വെറും നാടകമാണ് സാറേ," വിശ്വനാഥൻ പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. "എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവൻ കെട്ടിച്ചമയ്ക്കുന്നതാണ് ഇതെല്ലാം. എൻ്റെ സ്വത്തും പദവിയും കണ്ട് ഇവർക്ക് അസൂയയാണ്." വിശ്വനാഥന്റെ വാക്കുകൾ കേട്ട് രുദ്രൻ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ കത്തുന്ന കനലുണ്ടായിരുന്നു അവന്റെ ഉള്ളിൽ.
സ്വത്തോ? എന്ത് സ്വത്ത്? രുദ്രന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ പന്തലിൽ മുഴങ്ങി. അനാഥാലയത്തിന് എഴുതിവെച്ച ശങ്കരൻ മാഷിന്റെ 50 ഏക്കർ ഭൂമി തട്ടിയെടുക്കാൻ നോക്കിയ താനാണോ ഇത് പറയുന്നത്? അത് സർക്കാർ ഭൂമിയാണെന്ന് കള്ളരേഖയുണ്ടാക്കി എൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയവൻ. നിന്റെ മകളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആ ഭൂമി വിട്ടുതരില്ല എന്ന് പറഞ്ഞതും എൻ്റെ അച്ഛനെ ഹൃദ്രോഗിയാക്കി ആശുപത്രിയിൽ കിടത്തിയതും താനല്ലേ വിശ്വനാഥ? വിശ്വനാഥൻ മറുപടിയില്ലാതെ വെക്കി. ചുറ്റുമുള്ളവരുടെ നോട്ടം അയാളെ തുളച്ചു കയറി. പക്ഷെ രുദ്രൻ അവിടെയും നിർത്തിയില്ല. അവൻ ശ്വേതയുടെ നേരെ തിരിഞ്ഞു നിന്നു. ഭയം കൊണ്ട് വിറക്കുന്ന ശ്വേതയുടെ മുഖത്തേക്ക് നോക്കി രുദ്രൻ തുടർന്നു. പിന്നെ നിന്റെ ഈ മകൾ, ഇവൾ ചെയ്തത് ഇതിലും വലിയ ക്രൂരതയാണ്. ഈ നിൽക്കുന്ന എൻ്റെ ഏട്ടൻ്റെയും അനഘയുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് കോളേജിൽ മോശമായ വീഡിയോ പ്രചരിപ്പിച്ചു. അവരെ അപമാനിച്ചവളാണ് ഈ ശ്വേത. ഇതിനൊക്കെ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് താൻ പറയുന്നത്? രുദ്രൻ്റെ വാക്കുകൾ കേട്ട് വിശ്വനാഥൻ നടുക്കത്തോടെ ശ്വേതയെ നോക്കി. തൻ്റെ മകൾ ഇത്രത്തോളം തരം താഴ്ന്നോ എന്ന ഭാവത്തിൽ അയാളുടെ മുഖത്ത് നീലിച്ചു. മനുഷ്യൻ ഓരോന്ന് കരക്കെത്തിക്കുമ്പോഴോ അവളുടെ ഓരോ ഏടാകൂടം. അയാൾ അവളെ തുറിച്ചു നോക്കി. ശ്വേത തല താഴ്ത്തി നിന്നു. അവളുടെ അഹങ്കാരവും മുഖത്തെ ആ കപട ചിരിയും എന്നേക്കുമായി മാഞ്ഞുപോയി. നിയമത്തിൻ്റെ കയ്യിൽ നിന്നും ഇനി നിങ്ങൾ രക്ഷപ്പെടില്ല, രുദ്രൻ കർക്കശമായിക്കൊണ്ട് തന്നെ പറഞ്ഞു. വർഷങ്ങളോളം വിശ്വനാഥൻ കാത്തു സൂക്ഷിച്ചിരുന്ന മാന്യതയുടെ മുഖംമൂടി ആ പന്തലിൽ വെച്ച് തകർന്നുപോയി. നിങ്ങളുടെ 10 വർഷത്തെ കണക്കുകളെല്ലാം ഞാൻ പരിശോധിച്ചു. എല്ലാം കള്ളപ്പണവും കൊള്ളപ്പലിശയുമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. രുദ്രൻ്റെ വാക്കുകൾ കേട്ടതും വിശ്വനാഥനൊന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാം സത്യമായ കാര്യവുമാണ്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കയ്യിൽ വിലങ്ങി വീഴുമ്പോൾ തൻ്റെ ചതിക്കുഴികളിൽ താൻ തന്നെ വീണത് വിശ്വനാഥൻ തിരിച്ചറിഞ്ഞു. മകളോടുള്ള അമിതമായ സ്നേഹം അയാളെ ഇങ്ങനെയാക്കി മാറ്റി. രുദ്രൻ്റെ വാക്കുകൾ ഓരോന്നും ശ്വേതയുടെയും അമ്മയുടെയും നെഞ്ചിൽ ചെന്നറച്ച ആയുധങ്ങൾ പോലെയായിരുന്നു. തൻ്റെ മകൾ ഇത്രത്തോളം തരം താഴ്ന്ന പ്രവൃത്തികൾ ചെയ്തുവെന്നും ഭർത്താവ് ഒരു പാവം മനുഷ്യനെ ചതിച്ച് ഭൂമി തട്ടിയെടുത്തു എന്നും വിശ്വസിക്കാൻ ആ അമ്മക്കായില്ല. ആഡംബര വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കുമിടയിൽ തൻ്റെ കുടുംബം ഇത്ര വലിയ പാപകറ പൂണ്ടിരിക്കുന്നത് അറിഞ്ഞ ആ നിമിഷം അവരുടെ ലോകം ഇരുണ്ടുപോയി. എൻ്റെ മകളെ വേണമെങ്കിൽ അത് നേരത്തെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. എന്തിനാടാ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിലിട്ട് കൊലപാതകം നടത്തുന്നത്? ശ്വേതയുടെ അമ്മ മുറവിളി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവർ ബോധരഹിതയായി തറയിലേക്ക് തകർന്നു വീണു. കണ്ടുനിന്നവർ ഓടിയെത്തെങ്കിലും ആ അമ്മയുടെ ഹൃദയം അപ്പോഴേക്കും തകർന്നിരുന്നു. അവിടെ ഇരുന്നിന് ശങ്കരൻ മാഷ് ഒരു കൽപ്രതിമ പോലെ മരവിച്ചു പോയി. താൻ ഇത്രകാലം വിശ്വസിച്ചിരുന്ന വിശ്വനാഥൻ ഇത്ര വലിയൊരു വഞ്ചകനാണെന്ന് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായില്ല. ഓരോ തവണയും ഓരോ നുണക്കഥകൾ പറഞ്ഞ് വിശ്വനാഥൻ തന്നെ ചതിക്കുകയായിരുന്നു. സ്വന്തം മകളെ പോലും തനിക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇയാളാണെന്നും മാഷ് തിരിച്ചറിഞ്ഞു. വിശ്വനാഥ, നീ എന്തിനാ എന്നോടിത് ചെയ്തത്? മാഷിന്റെ ശബ്ദമിടറി. 10 വർഷത്തെ ബിസിനസ് പങ്കാളിത്തം എന്ന പേര് തന്നെ പാപ്പരാക്കിയതും തൻ്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചതും ഇത്രയും കാലം താൻ തിരിച്ചറിഞ്ഞില്ല എന്ന സങ്കടം മാഷിനെ തളർത്തി. ഇപ്പോഴുണ്ടായിരുന്ന ആ വീടിൻ്റെ പ്രതാപവും പ്രൗഢിയും എല്ലാം രുദ്രൻ ഉണ്ടാക്കിയെടുത്തതാണ്. മക്കളായ സിദ്ധാർത്ഥും രുദ്രൻ തനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോഴാണ് അതെല്ലാം തിരിച്ചറിയുന്നത് തന്നെ.